റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യാഴാഴ്ച ചൈനയിലേക്ക് പോയി. ചൈനയിലേക്ക് പോയ പുടിൻ ചൈനയും റഷ്യയും തമ്മിലുള്ള പല പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സമയം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലുള്ള അതേ സമയത്ത് ഇന്നലെ ഒരു റിപ്പോർട്ട് ലഭിച്ചു. ചൈനയിൽ നിന്ന് നിരവധി മൈക്രോ ചിപ്പുകളും പ്രധാനപ്പെട്ട സെൻസറുകളും വാങ്ങാൻ റഷ്യ കരാർ ഒപ്പിടാൻ പോകുന്നുവെന്ന്. ഇതൊരു സാധാരണ കാര്യമാണ് അല്ലേ? ഒരിടപാട്, മൈക്രോ ചിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇതിൽ എന്തിരിക്കുന്നു എന്ന് പരിശോധിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അമേരിക്കയുടെ സാമ്പത്തിക തടസ്സങ്ങൾ പല വൻ ശക്തികളും റഷ്യയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. റഷ്യയിലേക്ക് ആരും മൈക്രോ ചിപ്പുകൾ കയറ്റുമതി ചെയ്യരുത്. മാത്രമല്ല, ചില പ്രധാനപ്പെട്ട സെൻസറുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല. ഇതിലുള്ള ഒരു ലൂപ്പ് ഹോൾ പ്രയോജനപ്പെടുത്തി റഷ്യ ഈ സെൻസറുകൾ ഉപയോഗിച്ച് മിസൈൽ നിർമ്മിക്കാൻ പോകുന്നു. ഇവയെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. പുടിൻ 5ാം തവണയും റഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ചുമതലയേറ്റ ശേഷം റഷ്യയിൽ നിന്ന് ഒരു പ്രധാന റിപ്പോർട്ട് വന്നു. ഉടൻ തന്നെ റഷ്യയും ചൈനയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന്. 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വ്ളാഡിമിർ പുടിന്റെ ആദ്യ വിദേശയാത്രയായിരിക്കും ഇതെന്നും പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുടിൻ ചൈനയിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത ദിവസത്തിൽ തന്നെ വ്ളാഡിമിർ പുടിൻ ചൈനയിലേക്ക് പോയി. വ്യാഴാഴ്ച പുടിന് വൻ വരവേൽപ്പാണ് നൽകിയത്. റഷ്യയുടെ സംസ്കാരമനുസരിച്ച് റഷ്യയിൽ പുടിനെ എങ്ങനെ സ്വാഗതം ചെയ്യുമോ അതുപോലെ ചൈനയും പുടിനെ സ്വാഗതം ചെയ്തു. സ്വീകരണത്തിന് ശേഷം വ്ളാഡിമിർ പുടിൻ നേരെ ചൈനയുടെ തലസ്ഥാനത്തേക്ക് പോയി. ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന ഒട്ടേറെ ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്നു. വ്ളാഡിമിർ പുടിൻ ചൈനയിലായിരിക്കുമ്പോൾ തന്നെ ചൈന അമേരിക്കയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. റഷ്യൻ നേതാവ് ചൈനയിലേക്ക് പോകുമ്പോൾ അമേരിക്ക പറയുന്നത് റഷ്യയുടെ യുദ്ധത്തിന് ചൈന പല രീതിയിൽ സഹായിക്കുന്നുവെന്നാണ്. അതായത് പരോക്ഷമായി നിരവധി സെമി കണ്ടക്ടേഴ്സ്, മൈക്രോ ചിപ്പുകൾ തുടങ്ങി യുദ്ധത്തിനാവശ്യമായ പല ഘടകങ്ങൾ ചൈന റഷ്യയ്ക്ക് നൽകി സഹായിക്കുന്നുവെന്ന്, കൂടാതെ നിരവധി ആർമഡ് വെഹിക്കിൾസ് നൽകാൻ ചൈന ആലോചിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. അവർ ചൈനയെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതിന് പുടിൻ ചൈനയിലായിരിക്കുമ്പോൾ തന്നെ ചൈന ഒരു മറുപടി കൊടുത്തു. റഷ്യയും ചൈനയും തമ്മിൽ വലിയ പരോക്ഷ ഇടപാട് നടക്കുന്നുണ്ടോ എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള കാര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രമാണ് ഞങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും. അതല്ലാതെ ഞങ്ങൾ സൈനിക സഹായമൊന്നും നൽകുന്നില്ല എന്ന് ചൈനയിൽ നിന്ന് മറുപടി വന്നു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ സാധാരണ എന്ന് തോന്നിയാലും പരോക്ഷമായി പല കാര്യങ്ങൾ ചൈനയും റഷ്യയും തമ്മിൽ നടക്കുന്നുണ്ട്. ഈ ട്രേഡ് ചാർട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2022 മുൻപ് ചൈന റഷ്യ ഇറക്കുമതിയും കയറ്റുമതിയും 120 മുതൽ 130 ബില്യൺ മാത്രമായിരുന്നുവെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് തുടക്കമിട്ടതിനു ശേഷം 2022 മാത്രം കയറ്റുമതി ഏകദേശം 120 ബില്യണായി. റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് ചെയ്ത കയറ്റുമതി മാത്രമാണിത്. അതേസമയം റഷ്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള ഇറക്കുമതി മാത്രം ഏകദേശം 79 ബില്യണാണ്. ഇത് വീണ്ടും 30% വർദ്ധിച്ചു. 2023 ചൈനയിലേക്കുള്ള കയറ്റുമതി മാത്രം 129 ബില്യണായി. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മൂല്യം ഏകദേശം 110 ബില്യണാണ്. 2022 അപേക്ഷിച്ച് ഇത് വളരെയധികം വർദ്ധിച്ചു. റഷ്യയും ചൈനയും തമ്മിൽ ആകെ 240 ബില്യൺ വ്യാപാരം നടന്നിട്ടുണ്ട്. ശരി, ഈ റഷ്യ ചൈന വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിഭാഗത്തിലാണ് ഈ സാധനങ്ങളെല്ലാം കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റഷ്യ കൂടുതലും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. ഈ അസംസ്കൃത എണ്ണയുമായി ബന്ധപ്പെട്ട ചരക്കാണ്. 130 ബില്യൺ വരെയുള്ള ഈ കയറ്റുമതിയിൽ 70% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റഷ്യയും ചൈനയും തമ്മിൽ ഭക്ഷ്യ വ്യവസായം, തുണി വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും നടന്നിട്ടുണ്ട്. എന്നാൽ റഷ്യ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ. ഈ ഇറക്കുമതിയാണ് ഇപ്പോൾ ലോകത്തെ മുഴുവനും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത്. ഈ ഇറക്കുമതിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സാമ്പത്തിക തടസ്സങ്ങൾക്കെതിരെ ചൈന വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റായി. അങ്ങനെ അവർ ഇതിൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ 110 ബില്യൺ ഇറക്കുമതിയിൽ 35 ബില്യൺ ഇലക്ട്രോണിക് കാറിനായുള്ള ഉപകരണങ്ങൾ റഷ്യയ്ക്ക് ചൈന നൽകിയിട്ടുണ്ട്. ഈ മൈക്രോ ചിപ്പുകളും മൈക്രോ സെമി കണ്ടക്ടേഴ്സും ഇതെല്ലാം ഈ വിഭാഗത്തിൽ ചൈനയിൽ നിന്ന് റഷ്യ വാങ്ങിയതാണ്. ശരി, അവരത് ഇലക്ട്രോണിക് കാറുകൾക്കായി ഉപയോഗിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇതിലെന്താണ് വലിയ കാര്യം എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. മറ്റെന്തൊക്കെ വാങ്ങി എന്നുള്ളത് ഇപ്പോൾ അറിയാം. അടുത്തതായി അവർ വാങ്ങിയത് സ്പെയർ പാർട്സുകളാണ്. ഈ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് മുഴുവൻ വ്യാപാരത്തിൻ്റെ 40% വരെയും ചൈനയിൽ നിന്ന് റഷ്യ വാങ്ങിയതാണ്. ഈ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ? ഇതുപയോഗിച്ച് അവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കിയാൽ ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. ഈ മൈക്രോ ചിപ്പുകൾ, സെമി കണ്ടക്ടേഴ്സ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം കാറുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന അതേ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, അതേ മൈക്രോ ചിപ്പുകൾ ഉപയോഗിച്ച് ഒരു മിസൈലിൻ്റെ സ്പെയർ പാർട്സായി പോലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതെല്ലാം അവർ ചെയ്യുന്ന പ്രോഗ്രാമിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾക്കായി റഷ്യ ചൈനയിൽ നിന്നും ചെയ്യുന്ന എല്ലാ ഇറക്കുമതികളും കാർ വ്യവസായത്തിലേക്ക് പോകുന്നില്ല. പകരം അവർ നേരിട്ട് പ്രതിരോധ വ്യവസായത്തിലേക്കും നേരിട്ട് മിസൈൽ നിർമ്മാണ വ്യവസായത്തിലേക്കും കൊണ്ടുപോകും.
അതുകൊണ്ടാണ് റഷ്യക്കാർക്ക് ഇപ്പോഴും ഈ യുദ്ധത്തിൽ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്നത്. ശരി, അടുത്ത കാര്യം ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് അല്ലേ? അതെങ്കിലും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അവർ ചെയ്യുന്ന ഇറക്കുമതിയുടെ 20% മുതൽ 25% വരെ മാത്രമാണ് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സിനായി പോകുന്നത്. റഷ്യയ്ക്ക് വേണമെങ്കിൽ അതവരുടെ സ്വന്തം നാട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഈ പേരിൽ ഒരു ഷാഡോ മാർക്കറ്റ് വഴി ചൈനയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ ചരക്കുകളും അവരുടെ ആർമഡ് വെഹിക്കിൾസ്, ഡ്രോൺ യൂണിറ്റുകളിലേക്കും പോകുന്നു. ഈ ഓട്ടോ സ്പെയർ പാർട്സ് സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം സൈനിക ആവശ്യങ്ങൾക്കായാണ് റഷ്യ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സിവിലിയൻ ഇടപാടെന്ന് തോന്നിയേക്കാം. അതല്ലാതെ ലോകരാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയം തോന്നിയാലും ഒന്നും തെളിയിക്കാനാകില്ല. അവർ ഇപ്പോഴും ഇത് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിൽ പരാജയം മാത്രം. റഷ്യയും ചൈനയും തമ്മിൽ ഇത്തരത്തിലുള്ള വ്യാപാരം വർദ്ധിച്ചു വരികയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു പ്രശ്നമായി മാറുകയാണ്. അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഇന്ത്യയുടെയും പ്രശ്നമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം ഈ സന്ദർശനത്തിനിടെ സംഭവിച്ച കാര്യങ്ങൾ നോക്കാം. ആദ്യ ദിവസം റഷ്യയും ചൈനയും തമ്മിലുള്ള സുപ്രധാന ചർച്ചകൾ അവസാനിച്ചു. രണ്ടാം ദിവസം ചൈനയിലെ ലിറ്റിൽ മോസ്കോ എന്നറിയപ്പെടുന്ന ഹാർഡിനിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഇതിനെ ലിറ്റിൽ മോസ്കോ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1900 ആ ഒരു വർഷത്തിൽ റഷ്യൻ കുടിയേറ്റക്കാരാണ് ആ നഗരം സൃഷ്ടിച്ചത്. ഈ നഗരം ചൈനയിലാണെങ്കിലും അവിടെയുള്ള 80% ആളുകളും റഷ്യക്കാരാണ്. അതുകൊണ്ടാണ് ആ നഗരത്തെ ലിറ്റിൽ മോസ്കോ എന്ന് വിളിക്കുന്നത്. റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യ ആ സ്ഥലത്തേക്ക് പോയത്. മാത്രമല്ല, റഷ്യയിലുള്ളവർ ചൈനയിലേക്ക് കൂടുതൽ യാത്ര ചെയ്യണം, ചൈനയിലുള്ളവർ റഷ്യയിലേക്ക് കൂടുതൽ യാത്ര ചെയ്യണം. ഇതാണ് അവർ ഈ സ്ഥലത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. അടുത്തതായി ഞാൻ പറഞ്ഞ കാര്യം, റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം മൂലം ഇന്ത്യ എന്ത് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്? ഇത് അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തണം. ഇന്ത്യ നിഷ്പക്ഷ നിലപാടിലാണ്. അവർ വെസ്റ്റേൺ സൈഡും എടുത്തില്ല, റഷ്യൻ സൈഡും എടുത്തില്ല. നമ്മൾ ആരുടെയും പക്ഷം പിടിക്കാതെ നിഷ്പക്ഷ നിലപാടിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് സൈഡിലും പ്രശ്നങ്ങളാണ്. അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അമേരിക്കയുടെ രോക്ഷം കാണണം. അതുപോലെ റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ റഷ്യയുടെ രോക്ഷവും കാണണം. നമ്മൾ നിഷ്പക്ഷ നിലപാടിലായതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും ബന്ധവും സന്തുലിതമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റഷ്യ ചൈനയുമായി അടുക്കുന്നത് പരോക്ഷമായി ഇന്ത്യക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും. ഇതിനകം തന്നെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ റഷ്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. നമ്മെ പിന്തുണയ്ക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിലും ചൈനയ്ക്ക് അനുകൂലമായി അവർ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ റഷ്യ ചൈനയുമായി അടുക്കുന്നത് പരോക്ഷമായി ഇന്ത്യക്ക് വലിയ സമ്മർദ്ദം ചെലുത്തും. ഒരുപക്ഷെ ഇന്ത്യ ഒരു പക്ഷം പിടിക്കാനായി. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇന്ത്യ ഒരു പക്ഷത്തേക്ക് ചായാനായി. എന്നാൽ ഇന്ത്യ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കില്ല. കാരണം നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ചൈനയും തമ്മിൽ ഇനി ഒരു യുദ്ധമുണ്ടായാലും റഷ്യയുടെ സഹായമില്ലാതെ നമുക്ക് ചൈനയുടെ സൈന്യത്തെ നേരിടാൻ സാധിക്കും. അതിനുള്ള എല്ലാ ശേഷിയും ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം പ്രതിരോധ ഉപകരണങ്ങൾ, വ്യാപാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് റഷ്യ ചൈന ബന്ധത്തിലൂടെ ഇന്ത്യ നന്നായി പഠിച്ചു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം മാത്രമല്ല, അവരുടെ ബന്ധവും വർദ്ധിക്കുന്നുണ്ട്. ഒരു വശത്ത് അമേരിക്കയ്ക്ക് ഇത് പ്രശ്നമുണ്ടെങ്കിലും ഇത് ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.